ഈ ടോപ്പിക്കിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രോഡക്റ്റിൽ നെക്സ്റ്റ് ടോപ്പിക്കായി ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ബോർഡ് എക്സാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ്. രണ്ട് ഇവൻറ്റ് പരസ്പരം ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കാനുള്ള ചാൻസ് എങ്ങനെയാണ് മാത്തമാറ്റിക്കലി പ്രോഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെ കാണുക അതാണ് അതിൽ പറയുന്നത്. രണ്ട് ഇവൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആവാമെന്ന് പറഞ്ഞാൽ ആ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇപ്പോൾ മൂന്നെണ്ണമാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന രൂപത്തിൽ വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ബോക്സിൽ 4 റെഡ് 5 വൈറ്റ് ബോൾ, അപ്പോൾ ടോട്ടൽ 9 ബോൾ. ഇതിൽ 2 ബോൾ എടുക്കുന്നു വിത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ, എടുത്ത ബോൾ അങ്ങോട്ട് തന്നെ മാറ്റി വെച്ചിട്ട് 2 ബോൾ എടുക്കുന്നു, 2 റെഡ് ആവാനുള്ള ചാൻസ് ആണെങ്കിൽ ഫസ്റ്റ് റെഡ് ആവാനുള്ള ചാൻസ് 4/9, സെക്കൻഡ് റെഡ് ആവാനുള്ള ചാൻസ് 4/9. അപ്പോൾ രണ്ടും റെഡ് ആവാനുള്ള ചാൻസ് പി ഓഫ് ബോത്ത് റെഡ് ചാൻസ് 4/9 ഇൻറ്റു 4/9. ഒന്നാമത്തെ പ്രോബിലിറ്റി 4/9, രണ്ടാമത്തെ പ്രോബിലിറ്റി 4/9. കാരണം ഒന്നാമത്തെ എടുത്ത് മാറ്റി വെക്കുകയാണ്, അങ്ങോട്ട് തിരിച്ച് വെക്കുന്നുണ്ട്. തിരിച്ച് വെക്കുമ്പോൾ എണ്ണം കുറയുന്നില്ല. അപ്പോൾ രണ്ടാമതെടുത്ത് 4/9 ആണെങ്കിൽ മൂന്നാമതെടുത്താലും 4/9 ആയിരിക്കും. അത് ഒന്നാമത്തേതിനെയോ രണ്ടാമത്തിനോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ സെലക്ഷൻ 4/9, അത് ഒന്നാമത്തെ സെലക്ഷനെ യാതൊരു ഡിപ്പെൻഡും ചെയ്യുന്നില്ല വിത്ത് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ട്. അതേസമയത്ത് അതാണ് ഇൻഡിപെൻഡൻ്റ്. അതേസമയത്ത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഒന്നാമത്തെ 4/9 ആണെങ്കിൽ രണ്ടാമത്തെ 3/9 ആയിരിക്കും. അത് ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻ്റ് കണ്ടീഷൻ. ഒന്നാമത്തെ പ്രോഡക്റ്റും രണ്ടാമത്തെ പ്രോഡക്റ്റും വേർതിരിച്ച് ഇൻറ്റു ചെയ്യുന്നതിന് തുല്യമായിരിക്കും അതിൻ്റെ ബോത്ത് കാണുന്നതിനും പ്രോഡക്റ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എ കാർഡ് ഈസ് സെലക്റ്റഡ് ഫ്രം 52 കാർഡ്സ്. ലെറ്റ് എ എന്ന ഇവൻറ്റ് ഇറ്റ് വിൽ ബി കിങ്. ആ സെലക്ട് ചെയ്യുന്ന കാർഡ് കിങ്. ബി എന്ന ഇവൻറ്റ് ഇറ്റ് വിൽ ബി ഡയമണ്ട്. ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് തെളിയിക്കേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആവണം. അപ്പോൾ അതിൽ എ എന്ന ഇവൻറ്റ് കിങ് ആയതുകൊണ്ട് പി ഓഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് കിങ്. നമുക്കൊരു കിങ് ടോട്ടൽ 4 കിങ്ങാണുള്ളത്. ടോട്ടൽ 52 കാർഡിൽ നിന്നോ ഒരു കിങ് എടുക്കാനുള്ള ചാൻസ് 4/52, ദാറ്റ് ഈസ് 1/13. അതുപോലെ പി ഓഫ് ബി ബി എന്ന് പറഞ്ഞാൽ ഡയമണ്ട്. ഒരു ഡയമണ്ട് ടോട്ടൽ ഡയമണ്ട് പറഞ്ഞാൽ 13 ഡയമണ്ടാണ്, 13 ഡയമണ്ട്. അപ്പോൾ അതൊന്നും ആവാനുള്ള ചാൻസ് 13/52, ദാറ്റ് ഈസ് 1/4. പക്ഷെ നമുക്ക് എന്ത് വേണം? ഇൻഡിപെൻഡൻറ്റ് കാണിക്കണമെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കാണണം. എ ഇൻ്റർസെക്ഷൻ ബി പറഞ്ഞാൽ എടുക്കുന്ന കാർഡ് കിങ്ങും ആവാം ഡയമണ്ടും ആവണം. പക്ഷെ നമ്മൾ ഒരു കാർഡ് എടുക്കുന്നുള്ളൂ, അത് കിങ്ങും ഡയമണ്ടും ആവണമെങ്കിൽ ആ കാർഡ് നമുക്ക് എന്താവണം? ഡയമണ്ടിൽ കിങ് ആവണം. അല്ലാതെ ഒരു കാർഡ് ഡയമണ്ട് ഒരു കാർഡ് കിങ് വേറെയല്ല, ഒറ്റ കാർഡ് എടുക്കുന്നുള്ളൂ. അത് രണ്ടും ഒന്നിച്ച് സംഭവിക്കണമെങ്കിൽ കിങ്ങും ഡയമണ്ടും വരണമെങ്കിൽ അത് കിങ് ഇൻ ഡയമണ്ട്, ഡയമണ്ടിൽ കിങ് ആവണം. നമുക്കറിയാം ഒരു കിങ് ഡയമണ്ടിലാണ്, ഒരു കിങ് ഹാർട്ടിലാണ്, ഒരു കിങ് ക്ലബിലാണ്, ഒരു കിങ് സ്പേഡിലാണ്. അപ്പോൾ ഡയമണ്ടിൽ ഒരു കിങ്ങേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടാൻ ചാൻസ് 1/52. അപ്പോൾ 52 വരാൻ കാരണം നമ്മൾ എടുക്കുന്ന കാർഡ് ആദ്യമേ പറയുന്നുണ്ട് 52 കാർഡ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അത് ഡയമണ്ടിൽ കിങ് ആവുന്ന ഒരു കാർഡേ ഉള്ളൂ. പക്ഷേ ടോട്ടൽ കാർഡിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് 1/52. അത് ആദ്യത്തെ നമുക്ക് പി ഓഫ് എ 1/13 പി ഓഫ് ബി 1/4 ആണല്ലോ. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1/52 ആയ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടും. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതുകൊണ്ട് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ തിയറമായിട്ട് പറയുന്നത് ഇൻഡിപെൻഡൻറ്റിൽ പല പ്രോബ്ലത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റിസൾട്ട് കൂടിയാണ്. ആ റിസൾട്ടാണ് ഓർത്തിരിക്കേണ്ടത്. പ്രൂഫ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും റിസൾട്ടാണ് ഓർത്തിരിക്കേണ്ടത്. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. എ ഡാഷ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്. അതായത് എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്നതിനെ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്നെഴുതാം. അതായത് എ ഡാഷും ബി ഡാഷും ആണ് കോംപ്ലിമെൻറ്റ്. അത് വേർതിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജാണ് ഈ പ്രോപ്പർട്ടി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ ആര് ഇൻഡിപെൻഡൻ്റ് ആവണം? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. പി ഓഫ് എ ഡാഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എ ഡാഷ് ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
1 മൈനസ് പി ഓഫ് എ. വൺ മൈനസ് പി ഓഫ് എ ആണ് പി ഓഫ് എ ഡാഷ്. അതുപോലെ പി ഓഫ് ബി ഡാഷ് ആണെങ്കിൽ 1 മൈനസ് പി ഓഫ് ബി എന്ന രൂപത്തിലാവും. നമ്മൾ പഠിച്ചതാണ്. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എയും ബി ഡാഷും ഇൻഡിപെൻഡൻസ്. ദാറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. വേർതിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും ഇൻ്റർസെക്ഷൻ വരുമ്പോൾ. ഇതും ഈ കണ്ടീഷൻ എഴുതണമെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. അതുപോലെ മൂന്നാമത്തെ ബിയും എ ഡാഷ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്. അതിന് പ്രോബ്ലം നോക്കുകയാണെങ്കിൽ പി ഓഫ് എ 1/4, പി ഓഫ് ബി 1/2, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ 1/8. അപ്പോൾ പി ഓഫ് എ 1/4ഉം പി ഓഫ് ബി 1/2ഉം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ 1/8 എന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈക്വൽ ആണ്. അപ്പോൾ അതിൽ ക്വസ്റ്റനിൽ എയും ബി ഇൻഡിപെൻഡൻ്റ് മനസ്സിലായി. ക്വസ്റ്റൻ തരേണ്ട ആവശ്യമില്ല. എയും ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ആ 3 പ്രോഡക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. കാണേണ്ടത് പി ഓഫ് എ ആൻഡ് നോട്ട് ബി. രണ്ടാമത്തേത് പി ഓഫ് ബി ആൻഡ് നോട്ട് എ. അതുപോലെ പി ഓഫ് എ നോട്ട് എ ആൻഡ് നോട്ട് ബി, പി ഓഫ് എക്സാക്ട്ലി വൺ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് മനസ്സിലായി. അതിനർത്ഥം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈക്വൽ ആയതുകൊണ്ടാണ്. ഒന്നാമത്തെ പി ഓഫ് എ ആൻഡ് നോട്ട് ബി. പി ഓഫ് എ ആൻഡ് നോട്ട് ബി പറഞ്ഞാൽ ആൻഡ് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർസെക്ഷൻ എന്ന് പറയാം. നോട്ട് ബി പറഞ്ഞാൽ ബി ഡാഷ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. അല്ലാതെ ഫസ്റ്റ് ഇയർ ഫോമിൽ നമ്മൾ പ്ലസ് 1 പഠിക്കുന്ന ആ ഫോമിലൂടെ കൊടുക്കാൻ ആവശ്യമില്ല. നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ വേർതിരിച്ച് ഇൻറ്റു ചെയ്താൽ മതി. പി ഓഫ് എ 1/4, പി ഓഫ് ബി ഡാഷ് 1 മൈനസ് 1/2. സിമിലർലി പി ഓഫ് ബി ആൻഡ് നോട്ട് എ, ദാറ്റ് ഈസ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. അതേപോലെ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ് എന്ന് എഴുതാം. പി ഓഫ് ബി 1/2, പി ഓഫ് എ ഡാഷ് 1 മൈനസ് പി ഓഫ് എ, ദാറ്റ് ഈസ് 1 മൈനസ് 1/4, 1/2 ഇൻറ്റു 3/4. അതുപോലെ നോട്ട് എ നോട്ട് ബി കാണുമ്പോഴും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്, ദാറ്റ് ഈസ് 1 മൈനസ് 1/4 ഇൻറ്റു 1 മൈനസ് 1/2, ആൻസർ 3/8. ദെൻ എക്സാക്ട്ലി 1. എക്സാക്ട്ലി 1 ഒന്ന് മാത്രമേ സംഭവിക്കുള്ളൂ. എ ഉണ്ടാകുമ്പോൾ ബി ഇല്ല, അല്ലെങ്കിൽ ബി ഉണ്ടാകുമ്പോൾ എ ഇല്ല. അപ്പോൾ എ ആൻഡ് എ ഉണ്ടാകുമ്പോൾ ബി ഉണ്ടാവാൻ പാടില്ല. തിരിച്ചും സംഭവിക്കാം. ബി ഉണ്ടാകുമ്പോൾ എ ഇല്ല. അതാണ് എക്സാക്ട്ലി 1. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഉണ്ടാൽ മതി. ഓരോന്നും ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഇവൻ്റ് ഒരു സമയത്ത് സംഭവിക്കാൻ പാടുള്ളൂ. രണ്ടും ഒന്നിച്ച് സംഭവിക്കില്ല. എ ഉണ്ടാകുമ്പോൾ ബി ഇല്ല, ബി ഉണ്ടാകുമ്പോൾ എ ഇല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് 1/8, ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് 3/8. ജസ്റ്റ് അവ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻസർ 4/8 ഈക്വൽ 1/2. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ട്രൈ ടു സോൾവ്. രണ്ട് പേര് കൊടുത്തു, എയും ബി എന്ന് കൊടുത്തു. എ പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ദ പ്രോബിലിറ്റി ദാറ്റ് എ സോൾവ് ദി പ്രോബ്ലം. എക്ക് പ്രോബ്ലം കിട്ടാനുള്ള ചാൻസ് 1/3 ആൻഡ് ദാറ്റ് ഓഫ് ബി. അതേ പ്രോബിലിറ്റി ബിക്ക് കിട്ടാനുള്ള ചാൻസ് 1/2. ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് എന്താണ് ബോത്ത് ഓഫ് ദം സോൾവ് ദി പ്രോബ്ലം. രണ്ട് പേർക്കും ഒന്നിച്ച് കിട്ടാനുള്ള ചാൻസ്. രണ്ടാമത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, ആർക്കെങ്കിലും ഒരാൾക്ക് സോൾവ് ചെയ്ത് കിട്ടാനുള്ള ചാൻസ്. അതിന് മറ്റൊരു ക്വസ്റ്റ്യനായിട്ടും വരാം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം സോൾവ്ഡ് ആവാനുള്ള ചാൻസ്. ഇപ്പോൾ രണ്ട് പേർക്ക് ഒരേ പ്രോബ്ലം കൊടുക്കുമ്പോൾ അത് സോൾവ്ഡ് ആവാനുള്ള ചാൻസ് ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയല്ലോ. അതാണ് പ്രോബ്ലം സോൾവ്ഡ് ആവുന്നതിൻ്റെ ആൻസർ തന്നെയാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്നതിൻ്റെയും ആൻസർ. ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ തന്നെ പ്രോബ്ലം സോൾവ്ഡ് ആയി. അതാണ് അറ്റ്ലീസ്റ്റ്. അതാണ് പ്രോബ്ലം സോൾവ്ഡിൻ്റെ മറ്റൊരു മീനിങ്. അത് എക്സാക്ട്ലി വൺ ഓഫ് ദം. അപ്പോൾ ഇതിൽ പി ഓഫ് ഒന്നാമത്തെ ബോത്ത് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റർസെക്ഷനാണ്. അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ യൂണിയനാണ്. ബോത്ത് പറഞ്ഞ ഇൻ്റർസെക്ഷൻ, അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ യൂണിയൻ. അപ്പോൾ ബോത്ത് കാണണമെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്കറിയാം ഇൻഡിപെൻഡൻ്റ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, പി ഓഫ് എ 1/3, പി ഓഫ് ബി 1/2. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/6. ദെൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞ യൂണിയനാണ്. ആരെങ്കിലും ഒരാൾ ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ്ഡ് ആവാനുള്ള ചാൻസ് എയോ അല്ലെങ്കിൽ ബിയോ ചെയ്ത് കിട്ടിയാൽ മതി. അതാണ് പി ഓഫ് എ യൂണിയൻ ബി. അതിന് ഫോമുല പറയാം പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടുന്നേ ഉള്ളൂ. ദെൻ രണ്ടാമത്തേത് എക്സാക്ട്ലി 1. എക്സാക്ട്ലി നമ്മൾ നേരത്തെ പറഞ്ഞു
മൂന്നാമത്തെ എക്സാക്ട്ലി വണ്ണ് ഒരാൾക്കേ കിട്ടാൻ പാടുള്ളൂ. എക്ക് കിട്ടുമ്പോൾ ബിക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ബിക്ക് കിട്ടുമ്പോൾ എക്ക് കിട്ടാൻ പാടില്ല. നേരത്തെ ദിവസം ഡിസ്കസ് ചെയ്തു. അത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. എ കിട്ടുമ്പോൾ ബിക്ക് ആൻസർ കിട്ടില്ല, അല്ലെങ്കിൽ ബി കിട്ടുമ്പോൾ എക്ക് കിട്ടില്ല. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണാൻ വഴി പി ഓഫ് എൻ്റെ പി ഓഫ് ബി ഡാഷ് കാരണം എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് കാണണമെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഡാഷ്, അവിടെയും എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ് കുറച്ച് തന്നതുകൊണ്ട്. അപ്പോൾ പി ഓഫ് എ ആൻസർ അറിയാം 1/3, പി ഓഫ് ബി ഡാഷ് 1 - 1/2, 1 - പി ഓഫ് ബി 1/2, 1 - പി ഓഫ് എ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/3 1/2, 1/2 1/3 = 3/6 = 1/2.